തങ്കം തങ്കം രവിയായിട്ടൂടെ ചായ എടുക്കുന്നുണ്ട്. ഡാഡി സ്നാക്സ് ഒന്നും വാങ്ങിച്ചില്ലേ? സ്നാക്സ് ഇല്ലാതെ നീ ചായ കുടിക്കൂലേ? ഒരു രസം. സ്നാക്സ് തിന്ന് വീപ്പക്കുറ്റി പോലെ ആയി. ഒരു ദിവസം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓ സ്നാക്സ് ഇല്ലാത്ത ശീലങ്ങളും പഠിപ്പിച്ചു വെച്ചത് നമ്മൾ തന്നെ വാഴാക്കി കളഞ്ഞു. ചായ കിട്ടുമോ? ചായ ഉണ്ടോ? നിങ്ങൾക്ക് ചായ ഇറങ്ങോ? നിനക്ക് എന്താണ്? ഞാൻ ചായ വെച്ച് സൗകര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. എനിക്ക് സൗകര്യം ഇല്ല. പിന്നെ ഞാൻ താഴെ മറ്റവരെ വീട്ടിൽ പോയി കുടിക്കാം ചായ. ആ നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തല്ലേ ഓരോ ദിവസം. നിങ്ങൾ ഇന്നലെ എപ്പോഴാ വന്ന് കയറിയത്? ഞാൻ സമയം നോക്കിയില്ല. എങ്ങനെയാ വന്ന് കയറിയത്? ആരോ എന്നെ ബൈക്കിൽ കൊണ്ടുവിട്ടപ്പോ നിനക്കിപ്പോ എന്താണ് രാവിലെ നിന്റെ പ്രശ്നം എന്താണ്? ബൈക്കിൽ കൊണ്ട് വിട്ടതൊക്കെ ഓർമ്മയുണ്ട്. ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് ഞാൻ ഇവളും കൂടി എന്ത് പാട് പെട്ടെന്ന് യോഗത്ത് കയറി കയറ്റി കിടത്താനായിട്ട്. ആ പത്രം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടാ. അന്നേരം അവിടെ നിന്ന് ഏട്ടാ കൊച്ചിരിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കും. ആഹാ, അപ്പൊ ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾക്ക് കൊച്ചിന്റെ മുമ്പിൽ ചെയ്യാം, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ അവിടെ ഉരുണ്ട് വന്നേ എഴഞ്ഞു വന്നെങ്കിൽ നിനക്ക് സൗകര്യം ഉണ്ട് എന്നെ എടുത്ത് അകത്ത് കിടത്താം, അല്ലേ എന്നെ അവിടെ കളയും. എന്നാലും നിങ്ങൾ നന്നാവൂല അല്ലേ ക്ലീറ്റോ? ക്ലീറ്റോ ഇനി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ക്ലീറ്റോ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട പാർട്ടിക്കാരന്മാർ ഇപ്പൊ പുറത്താക്കിയില്ലേ ക്ലീറ്റോയെ പാർട്ടിന്ന്? പിന്നെ എന്ത് കഴിച്ചു പാർട്ടിക്കാര് പുറത്താക്കിയെങ്കില്? പാർട്ടിയെന്ന് പറഞ്ഞ് നടന്ന് എന്നെ നിസ്സാര കാര്യത്തിന് എന്നെ ഇപ്പൊ വെളിയിലാക്കിയൊക്കെയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. മതി, അതിന് ജീവിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുടുംബത്തിന് എന്ത് കുടുംബം? അപ്പൊ ക്ലീറ്റോ കൂടി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല? ഞാൻ ഇങ്ങനെയൊക്കെ ഇനി പോകുള്ളൂ. നാളെ ഇനി ഞാൻ പാർട്ടി ഓഫീസിന് മുമ്പിൽ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ആദ്യം പ്രസിഡന്റ് വീട്ടില്. എന്തിനിങ്ങനെ സ്വയം നശിക്കണേ ക്ലീറ്റോ? ഞാൻ നശിക്കൂടി, ഞാൻ നശിക്കണോണ്ട് ഇവിടെ ആർക്കും ഒന്നുമില്ലല്ലോ. നിനക്ക് വല്ലതും സംഭവിക്കോ? നശിച്ചാ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നിനക്ക് ആരൊക്കെ? നിനക്ക് ആങ്ങളുണ്ട്, അമ്മയുണ്ട്, പിന്നെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ക്ലീറ്റേക്കല്ല ആരും ഇല്ലാതുള്ളത്. ഇതിപ്പോ ആരോടെയും വാശി തീർക്കണേ? പാർട്ടിക്കാരോടോ, ഞങ്ങളോടോ, നമ്മുടെ കൊച്ചിനോടോ? അയ്യോ, എനിക്ക് ആരോട് വാശിയില്ല, എനിക്ക് എന്നോട് തന്നെയുള്ള വാശിയാ. എന്നോട് തന്നെ. നിങ്ങൾ ഇത് ഈ നിലക്ക് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇതല്ല, ഇനി ഇതിനപ്പുറമായിരിക്കും. ഞാൻ ഇനി വേറൊരു അലമ്പായിരിക്കും. അപ്പൊ എന്റെ കൊച്ചിന്റെ ഇവിടെ കാണും ഉത്തരത്തില് ശവം. അയ്യോ, പേടിപ്പിച്ചോളരുത്. ഞാൻ പിന്നെ അത് കേട്ട ഉടനെ ഞാൻ അങ്ങ് തങ്ക നീ രാവിലെ എണീറ്റ് പോ, കൈവാക്കിന് വന്ന് ഇരിക്കണം. ഇവിടെ തങ്ക നീ ചായ ഉണ്ടെങ്കിൽ എടുത്തോളോ, കളിക്കാൻ. ചായ ഇല്ല. നിങ്ങൾക്ക് ഇനി എന്റെ കയ്യിൽ പച്ചവെള്ളം തരൂലല്ലോ ഞാൻ. നിങ്ങൾ എന്ന് നന്നാവണം അന്ന് ഇനി നിങ്ങളോട് എന്നോട് മിണ്ടിയാ മതി. അയ്യോ, പിന്നെ എനിക്ക് നീ മിണ്ടില്ലെങ്കിൽ പിന്നെ എന്റെ അരി വേവൂലല്ലോ. ഓ, എവിടെ പത്രം എവിടെടേ? മാമൻ വായിച്ചിട്ട് തരാന്ന് പറഞ്ഞു. അവൻ വായിച്ചപ്പോ നാട് നന്നായി കളയും. തക്കളി എന്തോ ഇവിടെ വന്നേടി. അവിടെ റെഡി. എന്താ നീ അത് എടുത്തു വെച്ചേ. എടുത്തു വെക്കാൻ എന്താ കാര്യം പറ. അല്ല നിന്നോട് ചോദിച്ചാ എന്താന്ന്? നീ ഇത്ര അടുത്ത് കിടന്നിട്ട് എന്താടാ ഞങ്ങളുടെ ഒന്നും അന്വേഷിക്കാത്തത്? ഞാൻ എന്താ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ? നീ ബാക്കി അത് പറ. ഇന്നലെ 10 മണിയായിട്ടും ക്ലീറ്റോ വന്നിട്ടില്ല എന്നുള്ളത് നിനക്കറിയാലോ. ഈ നേരം വരെയായിട്ട് നീ ഒന്ന് ചോദിച്ചോ അവൻ എപ്പോഴാ വന്നത്, എങ്ങനെയാ വന്നതെന്ന്? നീ എങ്ങനെയാ ക്ലീറ്റോ എങ്ങനെയാ വന്നതെന്ന് നീ കണ്ടോ? എങ്ങനെയാ വന്ന്? കള്ളു കുടിച്ച് വെളിവില്ലാണ്ട് 4 കാലില് ആരോ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാനും ആ കൊച്ചും കൂടി എന്ത് പാടുപെട്ടെന്നറിയാം അതിനൊന്ന് അകത്താക്കാൻ വേണ്ടിയിട്ട്. ബോധം എന്ന് പറയണതില്ല. ഒരു കുടം വെള്ളം തലയിലോട്ട് കമത്തി ആരറിയാൻ? നനഞ്ഞ് ചീഞ്ഞ് അങ്ങനെ തന്നെ കിടക്കണം. എനിക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയില്ലേ? ഒക്കെ നിന്റെ കുഴപ്പമാടി. നീ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ടാണ്, അല്ലാതൊന്നുമല്ല. അവൻ കുടിച്ചാലും നിനക്ക് കുഴപ്പമില്ല, കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പണിക്ക് പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാത്തിനും കൂടെ അങ്ങനെ നിന്ന് അവസാനം ഇത് കൈവിട്ട് പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പരാതി പറയേണ്ട എന്താ കാര്യം? കുടുംബത്തിൽ സമാധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചല്ലേ ഞാനൊന്നും പറയാത്തത്. അതുകൊണ്ട് കാര്യമില്ല, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം, എന്നിട്ട് സമാധാനം ഉണ്ടാക്കണം കുടുംബത്തിൽ. നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാൻ ഇന്ന് രാവിലെ കള്ളു കുടിക്കാൻ പൈസയും കൊടുത്ത് പറഞ്ഞു വിടുകയെന്ന്. ഒരാങ്ങളുണ്ടെങ്കിൽ പെങ്ങന്മാർക്ക് വേറെ ഒന്നും അന്വേഷിക്കണ്ട. എനിക്കും തരണം. നിനക്കൊരു സങ്കടം വരാൻ ഞാൻ സമ്മതിക്കോടാ. എന്റെ വിഷമം നീ കാണാത്ത. ഇതിലിപ്പോ ഞാൻ എന്ത് വേണമെന്നാ നീ പറയണേ? നിനക്കൊന്ന് ക്ലീറ്റനോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ക്ലീറ്റനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് അവൻ കേൾക്കില്ല.
ഞാൻ നല്ല ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും അവൻ കേൾക്കില്ല. നീ എങ്ങാനും അവൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ അമ്മാവനെ വിളിച്ചു പറ. അമ്മാവൻ അടുത്ത് നീ കിടക്കുമ്പോ എന്താന്ന് ഇങ്ങനെ പറയണേ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞ കേൾക്കില്ല. അമ്മാവൻ പറഞ്ഞാലാ പിന്നെ അവൻ കേൾക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. അത് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നുണ്ട്. ആവോ നീ അമ്മാവനെ വിളിക്കടി. എടി അതിന് നീ ഇങ്ങനെ ഇരുന്ന് മോങ്ങിയിട്ടെന്താ കാര്യം? അപ്പം അത്യാവശ്യം മദ്യം കഴിക്കണ ആളാണെന്നും അത്യാവശ്യം ത്രാട്ടും തടുപ്പൊക്കെ അറിയണ ആളാന്ന് അറിഞ്ഞിട്ടല്ലേ നീ അവൻ്റെ പിന്നാലെ പോയത്? അമ്മാവിനൊക്കെ ഈ മിണ്ടുമ്പോ ഇറങ്ങിപ്പോയ കാര്യം പറയണ എന്താ നീ? അല്ല അത് തന്നെ, കുടുംബക്കാർ ഓരോന്ന് തീരുമാനിച്ച് ചെയ്യാണ്ട് എടുത്ത് ചാടി പോകുമ്പോൾ പലർക്കും പലതും അനുഭവിക്കേണ്ടി വരും എന്ന് പറയാ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? കുടുംബത്തെ ആളായി പോയില്ലേ? ഈ കള്ള് കുടിക്കുക എന്നൊക്കെ പറഞ്ഞത് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. സ്നേഹം ഊട്ടി ഉറപ്പിക്കാനും ചില ബിസിനസ്സുകൾ നിലനിർത്താനും ചില കൂട്ടുകാരും സൗഹൃദമൊക്കെ ഉണ്ടാവാൻ മദ്യമൊക്കെ അത്യാവശ്യമാവാം. പക്ഷെ ഇത് ഏത് നേരം മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ പ്രേമിച്ച് കിടക്കുന്ന പ്രായമല്ല. ഇപ്പോൾ ഭാര്യ ഉണ്ട്, കുട്ടിയുണ്ട് എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഞാൻ അന്വേഷിച്ചു. അപ്പം മൊത്തത്തിൽ അങ്ങനെയാണെന്നാ പറഞ്ഞു കേട്ട്. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാണ്ടേ. അപ്പം അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പാർട്ടി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തിന് മാറ്റി നിർത്തി. അന്വേഷണം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. ഇങ്ങനെ നടന്നാൽ തിരിച്ചെടുക്കുമോ? മൂക്കറ്റം വെള്ളമടിച്ച് നടക്കണവനെ പാർട്ടിയിലെടുക്കുമോ? അമ്മാവി ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എടുക്കുമെന്ന് ഞാനാണ് പാർട്ടിയിൽ എടുക്കണത് എടുക്കാതിരിക്കണത്? അല്ല, എന്തെങ്കിലും അവനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ന്യായീകരിച്ചിട്ട് വരുമല്ലോ. എൻ്റെ ക്ലീറ്റ് അങ്ങനെയല്ല, തങ്കാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാ എന്റെ ക്ലീറ്റ് തങ്കമൊക്കെ തന്നെയായിരുന്നു. ആയിരുന്നു. ഇപ്പോഴാ മുക്കായി. എവിടെ നീ പൈസ കിട്ടുന്നത്? നിങ്ങളോടൊക്കെ കടം മേടിച്ചിട്ട് കള്ളു കുടിക്കുക. എനക്ക് എന്താടി വല്ല വട്ടുണ്ടോ? നീ വഴിയിൽ നടക്കുന്ന ഒരാളോട് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു നോക്ക്. ഒരു മനുഷ്യൻ മേടിച്ചു തരില്ല. ഇന്നൊരു പൈൻറ്റ് മേടിച്ചു തരാൻ പറഞ്ഞു നോക്ക്. അല്ലെങ്കിൽ ഇന്നൊന്ന് കമ്പനിക്ക് കൂട്ടുമെന്ന് പറഞ്ഞു നോക്ക്. വിളിച്ചുകൊണ്ട് പോകാൻ ആയിരക്കണക്കിന് ആൾക്കാരാ. ഇപ്പൊ എന്താ ചെയ്യണ ഞാൻ? എന്താ ചെയ്യാതെ പേടിപ്പിച്ചാലോ ആത്മഹത്യ ചെയ്യണതായിട്ട്? ആര്? ഞാൻ. നീ ഇപ്പൊ അവനെ കെട്ടിയതിന്റെ ശേഷം ഒരു 25 പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പോയിട്ടില്ലേ? നീ അത് ചെയ്യില്ല എന്നൊക്കെ അവനെ നന്നായിട്ട് അറിയാനി. ഇതിനിപ്പോ ഒരൊറ്റ വഴിയുള്ളൂ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, ചികിത്സയൊക്കെ ഉണ്ട്. അപ്പൊ അവർ തന്നെ ഈ എന്താ ധ്യാന കേന്ദ്രം അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു മാസം കൊണ്ട് കൊണ്ടുപോയി നിർത്തിയാൽ മതി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ അച്ഛന്മാരെല്ലാം കള്ളു കുടിക്കാൻ നേരം ക്ലീറ്റ് അവിടെ പോയി ഒരു മാസം നിന്ന. അല്ല, അപ്പൊ അവനപ്പൊ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ പിന്നെ മയക്കുമരുന്നൊക്കെ കുത്തിവെച്ചിട്ട് കൊണ്ടുവരും. അത് നടക്കില്ല. എടി ഇപ്പൊ പല ചികിത്സ ഇറങ്ങിയിട്ടുണ്ട്. നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ? നമ്മുടെ പേപ്പർ വായിക്കാറുണ്ടോ? അന്ന് ഇടയ്ക്കൊക്കെ വായിക്കണം. ഇപ്പൊ 2 ആഴ്ച മുമ്പ് മുതൽ പത്രത്തിൽ വരാൻ തുടങ്ങി. തിരുവനന്തപുരത്ത് ഒരു വൈദ്യം വന്നിട്ടുണ്ട് ഇത്ര, മദ്യപാനം നിർത്താനുള്ള ചികിത്സയായിട്ട്. അത് രോഗീനെ കൊണ്ടായിട്ടാണ്, രോഗി അറിയിച്ചാലാണ് എനിക്ക് എൻ്റെ മദ്യപാനം നിർത്തണം എന്ന് പറഞ്ഞെങ്കിൽ എളുപ്പമുള്ള ചികിത്സ ഉണ്ട്. അതല്ലെങ്കിൽ പിന്നെ രോഗി അറിയാണ്ട കൊടുക്കണം. എന്തെന്നാന്നത്? അപ്പൊ അവിടെ ചെന്നാൽ അവർ ചികിത്സാ വിധി പറയും. മരുന്ന് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് കേട്ട് പലർക്കും. ഈ മരുന്ന് രോഗി അറിയാണ്ട കൊടുക്കണം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭക്ഷണത്തിൽ അല്ലാണ്ടപ്പോ അത് മരുന്നാന്ന് പറഞ്ഞു കൊടുത്താൽ കഴിക്കില്ലല്ലോ. അതിലൊരു കുഴപ്പമുണ്ട് അമ്മാവാ. ഇപ്പൊ നമ്മള് മരുന്ന് കൊടുക്കുമല്ലോ ക്ലീറ്റോന്, പാവം അതിനത് അറിയില്ലല്ലോ. അറിയാൻ പാടില്ലല്ലോ. അതറിയാതെ പോയിട്ട് ഈ മരുന്ന് കൊടുക്കണ കാര്യം അറിയാതെ പോയിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഈ മരുന്ന് അകത്ത് ചെന്നിട്ട് അപ്പൊ തന്നെ കള്ള അകത്ത് ചെന്നാണ്ടല്ലോ ഭ്രാന്താവും. അതുകൊണ്ടാ ഇനി ആ മനുഷ്യൻ ഭ്രാന്തും കൂടി വന്നാൽ സഹിക്കാൻ പറ്റുമോ? ഇനി എന്താ ചെയ്യണ? കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. നമ്മളിപ്പോൾ അവനറിയാണ്ട് ഈ മരുന്ന് കൊടുത്തു എന്ന് വെക്കുക. പിന്നെ നീ സ്നേഹിച്ചിട്ടായാലും ശരി, നീ ശാസിച്ചിട്ടായാലും ശരി, പുറത്തു പോകാണ്ട് നോക്കേണ്ടത് എൻ്റെ കടമ. ഒരാഴ്ചയെങ്കിലും അവനവിടെ പിടിച്ചു നിർത്തിയാൽ പിന്നെ അവൻ മദ്യം കഴിക്കില്ല, അത് ഉറപ്പാ. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് ചെയ്താലോ? അവൻ നേരാവണോ? എന്നാ പിന്നെ ചെയ്യണം. നീ എന്നപ്പം തന്നെ കനകനോട് ചെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് എന്താ വേണ്ടിച്ചാ ചെയ്യേ? അമ്മാവൻ എന്നെ കളിയാക്കണല്ലേ? കനകൻ എൻ്റെ കൂടെ ഈ കാര്യത്തിൽ നിൽക്കൂലെന്ന് അമ്മാവൻ അറിയാലോ. പിന്നെ എങ്ങനെ? അവൻ്റെ സ്വഭാവം നന്നാവണ്ടേ? നല്ല സ്വഭാവത്തിൽ തന്നെ കീരിയും പാമ്പുക. പിന്നെ ഈ സ്വഭാവം കൂടി ആയാലോ? അവൻ കണ്ണിട്ട് ക്ലീറ്റ് എങ്ങനെ ആയി പോയത്. പിന്നെ ഒന്നാമത് ജയമന്തിയൊക്കെ അറിയാണ്ടിരിക്കുക നല്ലത്. അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത് അതിലേറെ പ്രശ്നമാവും. അമ്മാവൻ വരുമോ? ഞാനിപ്പോ എന്താ അമ്മാവനല്ല അമ്മാവാ? എന്നൊരു കാര്യം ചെയ്യും. നാളെ നീ എന്തെങ്കിലും നൂല് പഠിക്കാനോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് മത്തായിയുടെ കടറ ഇടുക. രാവിലെ ഒരു 9 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, കുട്ടിയെ വിട്ടിട്ട് ഒരു 10 മണിക്ക് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ വന്നാൽ മതി. പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടോ.
എൻ്റെ അടുത്തില്ല അമ്മാവ. നല്ല കാര്യത്തിനല്ലേ? അപ്പോൾ 10 മണിക്ക് വരാം കേട്ടാ. ഞാനിനി അവിടെ നിന്ന് കയറട്ടെ, ഇല്ലെങ്കിൽ ഇപ്പം എന്താ ഇവിടെ ചായ വേണ്ടല്ലോ. അയ്യോ വേണ്ട, ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ അത് കുടിച്ചില്ലെങ്കിൽ ചേച്ചിയുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് വന്നാണെന്ന് പറയാതിപ്പോ. നിർത്താൻ വേണ്ടിട്ട് വന്നതാ. നന്നായിട്ട് കുടിക്കോ? ആര്? ഞാൻ എപ്പോഴെങ്കിലൊക്കെ മരുമക്കളും മക്കളൊക്കെ ആയിട്ട് കമ്പനിക്ക് കഴിക്കും, അത്രേ ഉള്ളൂ. പെട്ടെന്ന് നിർത്താം. അമ്മാവന്റെ കൂടി നിർത്ത എന്റെ അമ്മാവന്റെ കൂടി നിർത്താനല്ല വൈദ്യരെ. അല്ല അല്ല, ഇവളുടെ ഭർത്താവിനെ. എന്നിട്ട് ഭർത്താവ് ഇവിടെ? അയ്യോ, അയാള് എങ്ങനെയാ വരുന്നത്? അയാൾക്ക് ഇത് നിർത്തണം താല്പര്യമില്ല, മരിക്കണവരെ കുടിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അറിയാതെ കൂടി നിർത്താനായിട്ടാ. അറിയാതെ കുടി നിർത്താൻ ഭയങ്കര റിസ്കാ. അപ്പൊ ഇവിടെ വരണവരെല്ലാരും അറിഞ്ഞോണ്ട് കുടി നിർത്താൻ വരണവരാ. അറിയാതെ കുടി നിർത്തണം ഭയങ്കര റിസ്കാ. റിസ്ക് എന്ന് പറയുമ്പോ 7 ദിവസം കൊടുക്കണം. അത് ഞങ്ങള് കൊടുത്തോളാം. ഇതൊരു പൊടിയാ, അതൊരു 3 നുള്ളു പാലിലോ. പുള്ളി ഇതൊക്കെ നന്നായിട്ട് കഴിക്കുമോ വല്ലതൊക്കെ? ചായ കുടിക്കൂ? ഓ, എപ്പോഴും ചായ കൊടുത്താലും ഇഷ്ടം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അതില് കുറേശ്ശെ ഇട്ടാൻ കൊടുത്താ മതി. പിന്നെ ഒരു കാര്യം, 3 നുള്ളേ ഇടാവൂ. അതായത് 3 ഇങ്ങനെ ഇങ്ങനെ. സ്പൂണൊന്നും വേണ്ട. ഓ, കലക്കാൻ ചെയ്യല്ലേ? അതല്ലേ ഇങ്ങനെ. ഇതിലൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിപ്പോ എനിക്ക് ഭർത്താവ് അറിയാതെ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന് വല്ല മണോ ചൊവയോ ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെന്താ റിസ്ക് ആന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 7 ദിവസം അയാളെ കൂടെ നടക്കണം. അതിനാ ഇയാള് പിന്നെ പോയി വല്ല അടിച്ചാ തീർന്ന് വട്ടായി പോവും. അയ്യോ, അല്ല അത് റിസ്ക്. എനിക്ക് മനസ്സിലായില്ല. ഈ മരുന്ന് കഴിക്കുമ്പോ പിന്നെ ഈ മരുന്ന് കഴിച്ചിട്ട് പിന്നെ പോയി വീണ്ടും വെള്ളം അടിച്ചാ അല്ല, ഈ പറയുന്ന ഇവന്റെ സ്വഭാവം വെച്ചിട്ടേ ഇയാളിപ്പോ അത് എപ്പോഴെങ്കിലും അറിയാണ്ട് പോയിട്ട് കഴിച്ചാ പ്രശ്നമാവും. കഴിച്ച വട്ടാവും 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 വട്ടാവാതിരിക്കാൻ വഴിയൊന്നും. വട്ടാവാതിരിക്കാൻ നിങ്ങൾ നോക്കിയല്ലേ പറ്റൂ. എനിക്ക് വന്നിട്ട് നോക്കാൻ പറ്റുമോ? അതായത് ഈ മരുന്ന് കൊടുക്കുന്ന 7 ദിവസം നമ്മള് എപ്പോഴും ശ്രദ്ധിച്ചോണ്ടിരിക്കണം. പുറത്തേക്കൊന്നും വിടാൻ പാടില്ല. പുറത്തേക്ക് വിടരുത്, കൂടെ നിൽക്കണം. പുറത്തേക്ക് വിടാ പറഞ്ഞു കഴിഞ്ഞാ പോയാ അപ്പൊ കഴിക്കൂലേ? അയ്യോ, കഴിക്കാൻ പാടില്ല. അതല്ലേ ഏറ്റോ ഏറ്റോ ഏറ്റു. എന്റെ തലയിൽ കൊണ്ട് പിന്നെ വെക്കരുത്. ഇല്ല ഇല്ല. അല്ല ഇതിന് അങ്ങനെ ആർക്കെങ്കിലും വട്ടായി? പിന്നെ ഒരുപാട് പേർക്ക് വട്ടായിട്ടുണ്ട്. ഈ വട്ടായി എന്ന് പറഞ്ഞാൽ അത് ഈ ഇങ്ങനെ ഇത് തെറ്റിച്ചോർക്കല്ലേ? തെറ്റിച്ചോർക്ക്. അപ്പൊ നമ്മള് തെറ്റിക്കാണ്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒന്നും തോന്നുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ. അല്ല, നിങ്ങൾ സാധാരണ നിങ്ങളെ പറ്റി പറയും, എന്നാലും ചോദിക്കാണ്. ഇവിടെ വന്ന് ഈ മരുന്ന് കഴിച്ചവര് ഒക്കെ മാറിയിട്ടുണ്ടോ? ഒരു 100-ല് 80% 80% രക്ഷപ്പെട്ടവരുണ്ടോ? അപ്പൊ ഈ 20% പേര് ഈ പറഞ്ഞത് കേൾക്കാതെ വട്ടായവരാ. അപ്പൊ പിന്നെ സാറിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സൂക്ഷിച്ചാൽ മതി, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഈ രോഗീനെ കാണുന്നു വേണ്ടല്ലേ? ആരോഗ്യമൊക്കെ എന്ത് പണി എന്ത് പണി? ജോലി, രാഷ്ട്രീയം. അതുണ്ട്, അതാണ് ഈ പ്രശ്നം. വരും 2-3 ആൾക്കാർ വരും എന്നിട്ട് ഇങ്ങനെ. അല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് കുടി തുടങ്ങി. ഇപ്പൊ ഫുൾ ടൈം കുടി. ഒന്നില് തുടങ്ങും, പിന്നെ ഫുള്ളിലാവും. അതാണ് ഈ പ്രശ്നം. ഇപ്പൊ എന്നും കഴിക്കണം. പിന്നെ കഴിച്ച ആള് ശാന്തനല്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വെള്ളം നദി ഒഴിക്കുന്ന കൂട്ടത്തിലല്ല, പച്ചക്ക്. അതാണ് താല്പര്യം. അതാ ഈ പ്രശ്നം. അപ്പൊ പിന്നെ ഇത് കഴിച്ചിട്ട് അടിച്ച അപ്പ തട്ടി പോവും. വെള്ളമൊക്കെ ഒഴിക്കാതെ അയ്യോ എന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലേ? ഞാൻ മരുന്ന് തന്നെ. ഇതാണ് മരുന്ന്, ഇതാണ് മരുന്ന്. എനിക്ക് നിർത്തണമെന്നില്ല, ഞാൻ അങ്ങനെ സ്ഥിരം കഴിക്കുന്ന ആളല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ 3 എടുത്തിട്ട് ഇങ്ങനെ അണ്ണാക്കിലല്ല, ഇത് ചായ ഉണ്ട്, ചായ കുടിക്കുമല്ലോ, ചായയിൽ ഇങ്ങനെ ഇടണം. ഇളക്കാൻ പാടില്ല അല്ലേ? ഇളക്കാനെന്ന് പറഞ്ഞാൽ വലിയ സ്പൂൺ ഇട്ട് വാരി ഇട്ട് ഇതിൽ കലക്കാനല്ല പറഞ്ഞത്. ഇങ്ങനെ എടുത്ത് 1 2 3 എന്നിട്ട് വേണേ തവി എടുത്തിട്ട് ഇളക്കാം. കലക്കി നമ്മളിങ്ങനെ ഇടുമ്പോ കൂടിപ്പോയ കുഴപ്പമാണ് അല്ലേ?
അത്രേ പാടുള്ളൂ. ഓ കൂടാൻ പാടില്ല. അതെന്താ പറയണറിയോ? വല്ല പത്യം എന്തെങ്കിലും ഉണ്ടോ അതിന്? പത്തിയൊന്നുമില്ല. ഈ കള്ളു കുടിക്കാതെ ഇരിക്കണം, അതാ പത്യം. അത്രേ ഉള്ളൂ പത്തി. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറണമെന്ന് കരുതിയിട്ട് ഒരുപാടൊന്നും മാറിയിടണ്ട. അപ്പൊ പറയണ കേട്ടില്ലേ, അധികം ആവരുത് എന്നാ പറഞ്ഞ്. ആ അളവ് വേണം. അളവ് വേണം. സന്തോഷം. ശ്രദ്ധിക്കണം കേട്ടാ. പിന്നെ വാരി അങ്ങ് ഇട്ട് കൊടുത്ത് അവസാനം എന്റെ തലയെ കൊണ്ട് വെക്കരുത്. ഇല്ല, ഞങ്ങള് സൂക്ഷിച്ചോളാം. ആ കാശ് കാശ് പുറത്തൊരു ഇരിപ്പുണ്ട്, ബുക്കും വെച്ച്. ഓ മാച്ചോ. ഓ സന്തോഷം. ശരി വൈദ്യരെ, ഓ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാമോ? ഏയ്, അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞല്ലേ വല്ല സർവത്തോ ജ്യൂസോ കുടിച്ചോളാൻ. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ പോയിട്ട് വരുന്നത്? ക്ലീറ്റസ് എവിടെ? ക്ലീറ്റോ അവിടെ ഉണ്ട്. വീട്ടിലുണ്ടാ? നിലത്തെ കെട്ടിറങ്ങി ഉണ്ടാവില്ലേ, ഉറങ്ങാവൂ. ഇന്നലെ അങ്ങനെ നല്ല ഫിറ്റായിട്ടാണ് വന്നേ. കഷ്ടം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചൂടെ? ഞാൻ പറഞ്ഞ അവൻ കേക്കൂ? കനകം പറഞ്ഞാ കേക്കൂ? അവന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, ഇവക്കും ഒരിത്തിരി പിടിപ്പുകേടുണ്ട്, പറയാമല്ലോ. അല്ല, ഇടത്തരം കൊടുക്കൽ കുറച്ച് കൂടുതലാ. എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തി ഞാനെന്ത് ചെയ്യാനാ? കുറ്റപ്പെടുത്തുന്നതല്ല, ഇത് ചെയ്യും ഇനിയിപ്പം. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കണ്ടുള്ളൂ. എന്ന് വന്നിങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോ എന്തായാലും കുടുംബത്തിലുള്ള ഒരുത്തരല്ല ഇങ്ങനെ പറ്റിയാ നമ്മൾ കണ്ടോണ്ട് എത്ര കാലം ഇരിക്കുക? ഇപ്പൊ എന്തോ ചെയ്യാനാ? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വൈദ്യം വന്നിട്ടുണ്ടേ, ഈ മദ്യപാനം നിർത്തണ വൈദ്യൻ. അയാൾ പറയണ ഒരു മരുന്ന് കൊടുത്താൽ പലർക്കും മാറിയിട്ടുണ്ട് എന്ന് പറയണ കേട്ടപ്പോ ഞാൻ വെളിയും കൂട്ടിയിട്ടൊന്ന് അയാളെ പോയി കണ്ടു. ശരിക്കും വേണ്ടത് അവനെ കൂട്ടിയിട്ട് പോവാ. അവന്റെ ഈ സ്വഭാവത്തിന് അവൻ വരുമോ? എവിടെ എന്തോ പറഞ്ഞ? അപ്പൊ അയാളൊരു മരുന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടാ? അതിപ്പോ അവ അറിയാണ്ട് എങ്ങനെയെങ്കിലും ഭക്ഷണത്തിലോ ചായയിലോ കലർത്തിയിട്ട് കൊടുത്താൽ. ദൈവമേ, എന്തായാലും അതൊരു നല്ല കാര്യം തന്നെ. അതെ, വൈദ്യം പറഞ്ഞേ ഈ മരുന്ന് കൊടുത്തിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ വല്ല പ്രാന്ത് പോലെയൊക്കെ ആയി പോകുമെന്ന് പറഞ്ഞു. അത് സൂക്ഷിച്ചില്ലെങ്കിലല്ലേ? അതൊന്നല്ല ചേച്ചിയെ, ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് മദ്യം അകത്തിയെല്ലാം പാടില്ല. രണ്ടും കൂടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ചിലർക്ക് ചില ഭ്രാന്തോ മാനസികമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് അയാൾ പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കാൻ. അവനെ പുറത്ത് വിടാതെ നീ നോക്കിക്കോളൂ. പിന്നെ അല്ലേ? അത് ചെയ്താ പോരെ? പിന്നെ അല്ല, ഞാൻ ഓർക്കണേ അങ്ങനൊരു ഇതുള്ളപ്പോ കൊടുക്കണോ? ഒന്നും വേണ്ട, കൊടുക്കണ്ട. അവിടെ വെള്ളടിച്ച് കിടന്ന് ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ അവ അടിക്കണ്ടല്ലോ, കിഡ്നി മുറിക്കൊക്കെ പോയിട്ട് അടുത്ത് തന്നെ തട്ടിപ്പോവും. അല്ല, ഞാനൊന്നും കൂടി ഒന്ന് ഉപദേശിച്ച് നോക്കിയാലോ? ഇത്ര ദിവസം വന്നിട്ട് നീ എന്താ ചെയ്ത്? എന്താ ചെയ്ത്? നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് തയ്ക്കണം, തുണി അലക്കണം, അവിടെ പോണം ഇവിടെ പോണം, കുടുംബശ്രീ എന്ന് പറയാതെ കുറച്ച് ദിവസത്തേക്ക് അവനെ കാത്തിട്ട് തന്നെ ഇരിക്കണം. അവനെ പുറത്ത് വിടരുത്, അല്ലേ? അത് അങ്ങനെ ചെയ്താൽ മതി. കൊടുക്കാല്ലേ? കൊടുക്കുക. അല്ലാതെ പിന്നെ ഇപ്പൊ എന്തോ ചെയ്യാ? ഇനി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് വരും. മാറി കിട്ടിയ അത്രയും നല്ലതല്ലേ? അവൻ ഇങ്ങനെ വെള്ളടിച്ചോണ്ട് നടന്നു കഴിഞ്ഞപ്പോ കമ്മിറ്റിയിലത്തെ പ്രശ്നമൊക്കെ തീർന്ന് അവൻ എടുക്കേണ്ടതാണ്. ഇങ്ങനെ വെള്ളടിച്ചടന്ന പറ്റില്ല, ഭാവി കളയരുത്. അതായി പറയണേ. അല്ലടാ, ചില മരുന്നുകൾ ഇങ്ങനെ കഴിച്ചാലേ മദ്യം കണ്ടാ പിന്നെ അവർക്ക് ഭയങ്കര വെറുപ്പായിരിക്കും എന്നാ തോന്നുന്നത്. അതെ, തോന്നുന്നതല്ല, വെറുപ്പാവും. അതിന് തന്നെയാണല്ലോ ഈ മരുന്നിന്റെ പവർ. അതുകൊണ്ട് നീ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാ മതി, അവൻ മാറിക്കൊള്ളും. പേടിക്കണ ഞാനൊക്കെ ഇല്ല ഇവിടെ. പിന്നെ ഞാൻ പോയി ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. ചായ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. നീ അതിനായിട്ടൊന്നും അവിടെ മെനക്കെടണ്ട. അത് തന്നെ ഞാനിവിടെ. അതെ, ഇത്ര നേരമായിട്ട് ചിലപ്പോ ചായ വെള്ളം എവിടെ ചോദിക്കും. അപ്പൊ നീ വെക്കാനൊന്നും സമയമില്ല, അമ്മ വെച്ച് വെച്ചിട്ടുണ്ടാവും, എടുത്തിട്ട് വരാന്ന് പറ. കഷ്ടം തന്നെ എന്റെ കൊച്ചിന്റെ കാര്യം കേട്ടാ. ചായ ആയി. ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ അമ്മേ. അത് നന്നായി. അപ്പൊ അത് നന്നായി അല്ലേ? അല്ലേ? കൂടി പോരുതേ. അമ്മാവിന്റെ കൈ വലുതാ, ഞാൻ ഇടാം. കൈ വലുതാ. അമ്മ പിഞ്ചുമ്പോ കൊറേ കിട്ടും. അല്ല വേണ്ട, അമ്മ തന്നെ ഇട്ടോ. ഇതിലോട്ട് മണം അറിയുന്നില്ല കേട്ടോ. കുറച്ച് കുറച്ച് സ്പൂണും കൊണ്ട് ഇടില്ല, കൈയും കൊണ്ട് എടുക്കുക. 3 എണ്ണല്ലേ? 3 അങ്ങനല്ലേ? കുറച്ച് കുറച്ച് എനിക്ക് പേടിയാവും. മതിയാ? മതി 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 മതി. എത്ര? 3 അല്ലേ? 3 ഇജ്ജ് വെറുതെ ആളെ പഠിപ്പിക്കല്ലേ. അവനെവിടെ? അവിടെ ഇരിപ്പുണ്ട്, ചായ വരാൻ പറഞ്ഞു. അതേ,
എത്ര ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞു? ഒരാഴ്ച. ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും തെറ്റാൻ പാടില്ല. എന്തെങ്കിലും സൂത്രം പറഞ്ഞാൽ രാവിലെ എണീച്ച് അവന് ചായ നിർബന്ധമാണല്ലോ. അപ്പോൾ 7 ദിവസം മുടങ്ങണ്ടെന്ന് ആദ്യത്തെ ദിവസം കൊടുക്കണം. പിന്നെ ഒരു കാരണവശാലും അവൻ്റെ അകത്ത് മദ്യം ഇടരുത്. അറിയാലോ, പേടിക്കേണ്ട, അമ്മാമ്പടം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇടയ്ക്ക് തോട്ടത്തിൽ പണിക്കാർ വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പോകേണ്ടി വന്നാൽ ശ്രദ്ധിക്കണം. നീ ഒന്ന് ഇങ്ങനെ കാണിക്കാതിരിക്കും, കൊണ്ട് കൊടുക്ക്. ഇനിയിപ്പോൾ എങ്ങടേലൊക്കെ മാറിയ സമയത്ത് അവിടെ മരത്തന്നെ ഇരുന്നിട്ട് നോക്കണം. അവൻ എങ്ങടേലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അപ്പം വിളിച്ചറിയിക്കണം കേട്ടോ. കണ്ണും കയ്യോട്ട് ഇരിക്കണേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരുണ്ടല്ലോ തലചെറിച്ച രാഷ്ട്രീയക്കാർ ചിലര്, അവരൊക്കെ വിവരം അന്വേഷിച്ച് വരുമ്പോൾ അവർ അരയിലൊക്കെ വല്ലതുണ്ട്, ഒരൊറ്റ എണ്ണത്തിനകത്ത് കയറ്റരുത്. ഇപ്പൊ വല്ല ആപ്പിളിലോ പഴത്തിലോ ഒക്കെ കുത്തിവെച്ച് തിന്നു നാളത്തെ പോലെ. എനിക്ക് അതൊക്കെ പേടി. അവൻ പുറത്ത് പോയില്ലെങ്കിൽ പിന്നെ ആപ്പിളൊന്നും വരുന്നില്ലല്ലോ കേട്ടാ. ഇടി കൊണ്ട് കൊടുക്ക്, പേടിക്കാനൊന്നുമില്ല. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാം. പക്ഷെ അമ്മാമൻ ചായ ആയിട്ട് ചെല്ലിന് കണ്ടാ സംശയിക്കും. നീ കണ്ട കൊണ്ട് കൊടുക്ക്. നീ ഒന്ന് സൂക്ഷിച്ചോണ്ടാ മതി. സൂക്ഷിക്കണം എന്ന് മാത്രം. ഞാൻ സൂക്ഷിച്ചോളാം. അതിലെ ഉണങ്ങി എനിക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഞാൻ സൂക്ഷിച്ചോളാം. വൈകുന്നേരം കൊടുത്താലോ? ഇപ്പൊ ചായ ചോദിച്ചു വൈകുന്നേരം കൊടുത്തിട്ട് കാര്യമുണ്ടോ? വന്ന് തണുക്കുന്നതിന് മുമ്പ് ചെല്ലങ്ങോട്ട് ഇപ്പൊ നീച്ച് വിളിക്കും. ഇത് സൂക്ഷിക്കണം കേട്ടോ. അല്ല, ഞാൻ കാര്യമായിട്ട് പറയാണ്, കാര്യമായിട്ട് എടുക്കണം. 7 ദിവസം മുടങ്ങാതെ കൊടുക്കണം. ഒരു ദിവസം പോലും തെറ്റിക്കരുത്. ഒരു കാരണവശാലും മദ്യകത്ത് പെടരുത്. വൈദ്യുതി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ചെല്ല്. ഈശ്വര, ഒക്കെ നന്നായി വരും. ചെല്ല്. വിഷമിക്കാനൊന്നുമില്ല. നല്ല കാര്യത്തിനല്ലേ, കുറച്ച് ബുദ്ധിമുട്ടാ, എന്നാലും പ്രശ്നമല്ല. ചെല്ല്. സംശയം തോന്നരുതേ. സന്തോഷത്തോടു കൂടി കൊണ്ട് കൊടുക്ക്. വരണ്ടാണ് അത് പോണത്. നിനക്കെന്തടി വയ്യായിക പോലെ ക്ഷീണമല്ല ഉണ്ടോ? ചായ കൂടെ കൊണ്ടുപോവാ. പത്രം വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൻ്റെ കൈ കൊണ്ടുള്ള ചായ ഇല്ലെങ്കിൽ അതൊരു സുഖക്കുറവ് തന്നെയാണ്. വാ, അങ്ങോട്ട് കൊണ്ടുവന്നേ. കളഞ്ഞോ? എന്തടി? എന്തേ? Alien versus Alien.